Hi friends, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈമും ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്തും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഔട്ട് ഓഫ് ഓൾ പോസിബിൾ പാത്ത് ഇറ്റ് ചൂസ് സച്ച് എ പാത്ത് ഇൻ വിച്ച് ടൈം ടേക്കൺ ഈസ് മിനിമം. അതായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം. അതിന് നമ്മൾ ലീസ്റ്റ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഉള്ള പാത്താണ് ചൂസ് ചെയ്യുക എന്നും നമുക്ക് എഴുതാമെന്ന് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. വെൻ light travels from one point to another point, it choose such a path in which optical path length is minimum. അങ്ങനെയും പറയാം പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം എന്നുള്ളത്. പിന്നെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഡിസ്കസ് ചെയ്തു. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇറ്റ് ചൂസ് സച്ച് എ പാത്ത് ഇൻ വിച്ച് ടൈം ടേക്കൺ ഈസ് മിനിമം ഓർ മാക്സിമം ഓർ സ്റ്റേഷനറി. ഓക്കെ, അത് നമ്മൾ ആ എലിപ്റ്റിക്കൽ റിഫ്ലക്ടറും സ്പെറിക്കൽ റിഫ്ലക്ടറും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്തും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് പറയുകയാണ്. 4 ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്സിലുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. ഓക്കെ, പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട്. ഒന്ന്, നമ്മൾ റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് നമ്മൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. 2, റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. 3, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നെൽസ് ലോ. ഓക്കെ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ലോ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ലോ ഓഫ് റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്ലക്ഷനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എന്താണ് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? ഒരു ഹോമോജീനിയസ് മീഡിയത്തിലൂടെ ലൈറ്റ് എപ്പോഴും സ്ട്രൈറ്റ് ലൈൻ പാത്ത് മാത്രമാണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇൻ എ ഹോമോജീനിയസ് മീഡിയം ഇറ്റ് ആൾവേസ് ചൂസ് എ സ്ട്രൈറ്റ് ലൈൻ പാത്ത്. അങ്ങനെയല്ലേ? ഹോമോജീനിയസ് മീഡിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൻസിറ്റി യൂണിഫോം ആയിട്ടുള്ള മീഡിയമാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു മീഡിയത്തിൽ ഒരിക്കലും ലൈറ്റ് ബെൻഡ് ചെയ്യില്ല, സ്ട്രൈറ്റ് ലൈൻ പാത്ത് മാത്രമാണ് ചൂസ് ചെയ്യുള്ളൂ. ഡെൻസിറ്റിയിൽ വ്യത്യാസം വരുമ്പോഴാണ് ആ മീഡിയങ്ങളുടെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന കാണിക്കുന്നത്. അതർവൈസ് മീഡിയം ഹോമോജീനിയസ് ആണെങ്കിൽ, ഡെൻസിറ്റി യൂണിഫോം ആണെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നില്ല, ലൈറ്റ് സ്ട്രൈറ്റ് ലൈൻ പാത്താണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട്, ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. PQ ഹോമോജീനിയസ് മീഡിയത്തിലെ 2 പോയിന്റുകളാണ്. അപ്പോൾ ആ 2 പോയിന്റുകൾക്കിടയിൽ ലൈറ്റിന് ട്രാവൽ ചെയ്യണം. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന പാത്ത് എന്ത് പാത്തായിരിക്കും? ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് അത് ലീസ്റ്റ് ടൈം പാത്തായിരിക്കും. ആ ലീസ്റ്റ് ടൈം പാത്ത് ഇവിടെ ഫെർമാറ്റ്സ് ഹോമോജീനിയസ് മീഡിയത്തിൻ്റെ കേസിൽ ലീസ്റ്റ് ടൈം പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് പാത്തായിരിക്കും. ഓക്കെ, ഇൻ എ ഹോമോജീനിയസ് മീഡിയം ലീസ്റ്റ് ടൈം പാത്ത് ആൾവേസ് വിൽ ബി ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ഉള്ള പാത്തായിരിക്കും ലീസ്റ്റ് ടൈം പാത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എപ്പോഴും സ്ട്രൈറ്റ് ലൈൻ പാത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് ടൈം പാത്ത് എന്ന് പറയുന്നത് ഇവിടെ സ്ട്രൈറ്റ് ലൈൻ പാത്ത് ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് ആയിരിക്കും. അതുകൊണ്ട് ഹോമോജീനിയസ് മീഡിയത്തിൽ ലൈറ്റ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് സ്ട്രൈറ്റ് ലൈൻ പാത്ത് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇൻ എ ഹോമോജീനിയസ് മീഡിയം least time path must be shortest path or straight line path. That's why it always choose straight line path in homogeneous medium. അങ്ങനെ നമുക്ക് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് റേസ്. അതും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് റേസ്? നോക്കുക, P എന്ന് പറയുന്നൊരു പോയിന്റ്, Q എന്ന് പറയുന്നൊരു പോയിന്റ്. പിയിൽ നിന്ന് ക്യൂവിലേക്ക് ലൈറ്റ് ഒരു പാത്ത് ചൂസ് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, ഇപ്പോൾ B എന്ന് പറയുന്നൊരു പാത്താണ് ചൂസ് ചെയ്തത്. പിയിൽ നിന്ന് ക്യൂവിലേക്ക് B എന്ന് പറയുന്നൊരു പാത്ത് ചൂസ് ചെയ്തു. ഇനി ആ ലൈറ്റിന് ക്യൂവിൽ നിന്ന് പിയിലേക്ക് തിരിച്ചു വരണം. അതേ പാത്ത് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് ഫോളോ ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. നോക്കുക, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ലൈറ്റ് ചൂസ് ചെയ്ത അതേ പാത്ത് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവേഴ്സ് ചെയ്തിട്ടാണ് സെക്കൻഡ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പോയിന്റിലേക്ക് നമ്മുടെ ലൈറ്റ് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് റേസ് പറയുന്നത്. ഓക്കെ, വെൻ ലൈറ്റ് ചൂസ് എ particular path from a point to another point, in order to return to the initial point from the second point,
ഇറ്റ് ചൂസ് ദ സെയിം പാത്ത് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റ് എപ്പോഴും അങ്ങനെയാണ്, പോയ വഴി കൂടെ മാത്രമേ അത് തിരിച്ചു വരുള്ളൂ, വേറൊരു വഴി കൂടെ ഒരിക്കലും അത് തിരിച്ചു വരില്ല എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? നോക്കി നോക്ക്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അത് ചൂസ് ചെയ്യുന്ന ലൈറ്റ് ചൂസ് ചെയ്യുന്ന പാത്ത് എപ്പോഴും ലീസ്റ്റ് ടൈം പാത്ത് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ പിയിൽ നിന്ന് ക്യൂവിലേക്ക് അത് ചൂസ് ചെയ്യുന്ന ലീസ്റ്റ് ടൈം പാത്ത് ബി ആണ്. ക്യൂവിൽ നിന്ന് പിയിലേക്ക് ഉള്ള ലീസ്റ്റ് ടൈം പാത്തും എന്ത് തന്നെ ആയിരിക്കും? ബി എന്ന് പറയുന്ന പാത്ത് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ടാണ് അത് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇഫ് പാത്ത് ഫ്രം പി ടു ക്യൂ ഈസ് ദ ലീസ്റ്റ് ടൈം പാത്ത്, path from Q to P will be the least time path only when it follows the same path in opposite direction. അങ്ങനെ പറയാം നമുക്ക്. പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള അത് ചൂസ് ചെയ്യുന്ന പാത്ത് ലീസ്റ്റ് ടൈം പാത്താണ്. അതേ പാത്ത് തന്നെയായിരിക്കും ക്യൂവിൽ നിന്ന് പിയിലേക്ക് ചൂസ് ചെയ്യുന്ന ലീസ്റ്റ് ടൈം പാത്തും. പക്ഷേ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്നുള്ളൊരു വ്യത്യാസം മാത്രം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് റേസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷനും ലോസ് ഓഫ് റിഫ്ലക്ഷനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. റിഫ്ലക്ഷൻ എന്താണെന്നൊക്കെ അറിയാലോ, മിററിൽ തട്ടിയിട്ട് ലൈറ്റിൻ്റെ പാത്ത് റിവേഴ്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, റേ ഓഫ് ഇൻസിഡൻസ് നോർമൽ ആൻഡ് റേ ഓഫ് റിഫ്ലക്ഷൻ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഒന്നാമത്തെ കാര്യം അതാണ് അല്ലേ. റേ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, റേ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്, പിന്നെ നോർമൽ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ ഞാൻ റിഫ്ലക്ഷൻ കാണിച്ചിട്ടുണ്ട്, നോക്കുക. പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്തു അല്ലേ. എന്നിട്ട് അത് മിററാണ്. M1 M2 M3 M4 എന്ന് പറയുന്ന ഒരു മിറർ, അതൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ കടത്തി വെച്ചിരിക്കുകയാണ് മിറർ. അപ്പോൾ M1 M2 M3 M4 എന്ന് പറയുന്ന ഒരു മിറർ, ആ മിററിൽ തട്ടിയിട്ട് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വന്നു, അത് മിററിലെ R എന്ന് പറയുന്ന പോയിന്റിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് Q എന്ന് പറയുന്ന പോയിന്റിൽ എത്തി അല്ലേ. അത് ആ ഒരു റിഫ്ലക്ഷനാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കി നോക്കി, ഇവിടെ PR എന്ന് പറയുന്നത് ഇവിടുത്തെ റേ ഓഫ് ഇൻസിഡൻസ് ആണ്. RQ എന്ന് പറയുന്നത് ഇവിടുത്തെ റേ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഇനി പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആണ് R. മിററിലെ ഏത് പോയിന്റിലേക്കാണ് ലൈറ്റ് വന്നിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്? R എന്ന് പറയുന്ന പോയിന്റിലേക്ക്. അതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക് നമ്മൾ വരയ്ക്കുന്ന നോർമൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ നോർമലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ ഒന്നാമത്തെ പോയിന്റ് അതാണ്. റേ ഓഫ് ഇൻസിഡൻസ് നോർമൽ ആൻഡ് റേ ഓഫ് റിഫ്ലക്ഷൻ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഓക്കെ, പിന്നെ വളരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം പറയുന്നു. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. I എപ്പോഴും R ഈക്വൽ ആയിരിക്കും. റേ ഓഫ് ഇൻസിഡൻസിൻ്റെയും നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റേ ഓഫ് റിഫ്ലക്ഷൻ്റെയും നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പ്രൂവ് ചെയ്യണം. റേ ഓഫ് ഇൻസിഡൻസ് നോർമൽ ആൻഡ് റേ ഓഫ് റിഫ്ലക്ഷൻ ലൈസ് അറ്റ് ദ സെയിം പ്ലെയിൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൾവേസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു റിഫ്ലക്ഷൻ കാണിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ M1 M2 M3 M4 എന്ന് പറയുന്ന ഒരു മിറർ, P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ആ മിററിലെ R എന്ന് പറയുന്ന പോയിന്റിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് Q എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ റിഫ്ലക്ഷൻ. അപ്പോൾ നോക്കുക, ഇവിടെ ഞാൻ ഒരു കോർഡിനേറ്റ് സിസ്റ്റം, ഇതിനെ സ്റ്റഡി ചെയ്യാനുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്തിരിക്കുന്നു. നോക്കുക, ആ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുൻപായിട്ട് നോക്കുക, ഞാനിവിടെ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. നോക്ക്, ഇവിടെ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ കൺസിഡർ ചെയ്തിരിക്കുന്നു അല്ലേ. ആ വെർട്ടിക്കൽ പ്ലെയിൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. PABC എന്ന് പേര് കൊടുത്തിരിക്കുന്നു. PABC. നോക്ക്, നമ്മുടെ ആ മിറർ ഹൊറിസോണ്ടലി ആണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ ആ പ്ലെയിൻ എങ്ങനെയാണ്? വെർട്ടിക്കലി പെർപെൻഡിക്കുലർ ആയിട്ട് അതിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, നോക്കുക, നമ്മുടെ ലൈറ്റ് റേ സ്റ്റാർട്ട് ചെയ്യുന്ന P എന്ന് പറയുന്ന പോയിന്റും എത്തുന്ന Q എന്ന് പറയുന്ന പോയിന്റും നമ്മുടെ ആ വെർട്ടിക്കൽ പ്ലെയിനിലാണ് കിടക്കുന്നത്. Okay, consider a vertical plane on the mirror at where points P and Q lies. Okay, initial പോയിന്റും ഫൈനൽ പോയിന്റും അല്ലെങ്കിൽ ആ ഒരു ട്രാവലിംഗ് തുടങ്ങുന്ന പോയിന്റും അവസാനിക്കുന്ന പോയിന്റും ആ പ്ലെയിൻ തന്നെയാണ് കിടക്കുന്നത് അല്ലേ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുക, ആ ഒരു പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എവിടെയല്ല കിടക്കുന്നത്? ആ വെർട്ടിക്കൽ പ്ലെയിനിലല്ല കിടക്കുന്നത്. അന്ന് കുറച്ച് സെഡ് ഡിസ്റ്റൻസ് എവയാണ് കിടക്കുന്നത്. ആ വെർട്ടിക്കൽ
പ്ലെയിനിൽ നിന്ന് സെഡ് ഡിസ്റ്റൻസ് എവേ ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് കിടക്കുന്നതെന്ന് സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അസ്യൂം പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് സെഡ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, പോയിന്റ് പി ആൻഡ് ക്യൂ ലൈസ് അറ്റ് ദ വെർട്ടിക്കൽ പ്ലെയിൻ പി എ ബി സി, ബട്ട് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് സെഡ് എവേ ഫ്രം ദ വെർട്ടിക്കൽ പ്ലെയിൻ. അതാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺവീനിയൻസിന് ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. നമ്മളിവിടെ കോർഡിനേറ്റ് സിസ്റ്റം എന്താ, എക്സ് ആക്സ്, വൈ ആക്സ്, സെഡ് ആക്സ് ഉള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്തിരിക്കുന്നു. ഓക്കെ, ആ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റുകളുടെയൊക്കെ കോർഡിനേറ്റ്സ് എഴുതാൻ വേണ്ടി പറ്റും. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ് ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, പി ആർ ക്യൂ ഈ 3 പോയിന്റുകളുടെയും കോർഡിനേറ്റ്സ് നമ്മൾ എഴുതുകയാണ്. അത് നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. അതായത് നമ്മുടെ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ലൈറ്റ് റേ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റ് എഴുതണം, വൈ കോർഡിനേറ്റ് എഴുതണം, സെഡ് കോർഡിനേറ്റ് എഴുതണം. ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ മിററിൽ നിന്ന് എ ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് കരുതുക. ഓക്കെ, ഇഫ് പോയിന്റ് പി അറ്റ് എ ഹൈറ്റ് ഓഫ് എ ഫ്രം മിറർ, അങ്ങനെയാണെങ്കിൽ നോക്കി നോക്കുക അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്ര വരിക, എക്സ് കോർഡിനേറ്റ് നോക്കി നോക്കുക. നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റ് അല്ലേ, നോക്കുക ഒറിജിനൽ അല്ലേ, ഒറിജിനലിൽ നിന്ന് എക്സ് ഡയറക്ഷനിൽ വല്ല ഡിസ്റ്റൻസ് അകലെയാണോ, അത് അല്ല, അതിൽ തന്നെ കിടക്കുന്നത്. അത് നമ്മൾ നോക്കി നോക്കുമ്പോൾ അത് എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. ഓക്കെ, എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പോൾ നോക്കുക ഇവിടെ എക്സ് വൈ പ്ലെയിനിലല്ല, സോറി എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. യെസ്, എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. ഓക്കെ, എക്സ് വൈ പ്ലെയിനിൽ കിടക്കണു. എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്ന സമയത്ത് നോക്കി നോക്കുക ഇവിടെ അങ്ങോട്ട് ഡിസ്റ്റൻസ് ഒന്നുമില്ല, എക്സ് ആക്സിന് അലോങ് ആയിട്ട് ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി വൈ ആക്സിന് മുകളിലേക്ക് നോക്കി നോക്കുക, മുകളിൽ എത്ര ഹൈറ്റിലാണ് കിടക്കുന്നത്, എ ഹൈറ്റിലാണ്. അപ്പോൾ വൈ കോർഡിനേറ്റ് എത്രയാണ്, എ ആണ്. ഇനി നോക്കി നോക്കുക ഇങ്ങോട്ട് സെഡ് ആക്സ് ഇങ്ങോട്ടാണ്, നമ്മളെ നേർക്കാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക ആ സെഡ് ആക്സ് അങ്ങോട്ട്, അത് ആ പ്ലെയിനിലല്ലേ കിടക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതിന് ടുവേർഡ്സ് നമ്മുടെ ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ട് അല്ലേ, അതിന് ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ സെഡ് കോർഡിനേറ്റ് എത്രയാണ്, 0 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് മിററിൽ നിന്നൊരു ഹൈറ്റ് എ ആണ്, അതായിരിക്കും വൈ കോർഡിനേറ്റ്. സെഡ് കോർഡിനേറ്റും 0 ആണ്, കാരണം ആ പ്ലെയിനിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഇനി നോക്കി നോക്കുക ആർ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആർ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനിൽ നിന്ന് എക്സ് അകലെയാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും, എക്സ് ആണ്. ഇനി അത് നമ്മുടെ മിററിൽ തന്നെയാണ് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഒന്നുമില്ല, അപ്പോൾ വൈ കോർഡിനേറ്റ് 0 ആണ്. ഇനി നോക്കി നോക്ക് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിലല്ല ആർ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ കിടക്കുന്നത്, അത് അതിൽ നിന്ന് സെഡ് ഡിസ്റ്റൻസ് എവേ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെഡ് കോർഡിനേറ്റ് എത്ര വരിക, സെഡ്. അപ്പോൾ ആറിൻ്റെ പിന്നെ കോർഡിനേറ്റ്സ് എക്സ് 0 സെഡ് അങ്ങനെ എഴുതി. ഇനി നോക്കുക ക്യൂവിലേക്ക് പോവുക. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് മിററിൽ നിന്ന് സി ഹൈറ്റിലാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനിൽ നിന്ന് അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനിൽ നിന്ന് അത് അലോങ് എക്സ് ആക്സ് ബി ഡിസ്റ്റൻസ് എവയാണ് കിടക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എത്ര വരിക, ബി ആയിരിക്കും. ഓക്കെ, വൈ കോർഡിനേറ്റ് സി ഹൈറ്റിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വൈ കോർഡിനേറ്റ് സി വരും. ഇനി പ്ലെയിനിൽ തന്നെയാണ് കിടക്കുന്നത്, നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് അവിടെ സെഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് 0 എ 0, ആറിൻ്റെ എക്സ് 0 സെഡ്, ക്യൂവിൻ്റെ ബി സി 0 എന്ന് കിട്ടി. ഇനി നോക്കുക, ഇനി നമ്മളിതിൻ്റെ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് കാണുകയാണ്. നമ്മുടെ ലൈറ്റ് റേ ഈ റിഫ്ലക്ഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ആകെ കവർ ചെയ്തിട്ടുള്ള ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എത്ര വരിക, റേ ഓഫ് ഇൻസിഡൻസിൻ്റെ ലെങ്ത് പ്ലസ് റേ ഓഫ് റിഫ്ലക്ഷൻ്റെ ലെങ്ത്, ഇതായിരിക്കും ഇത് കവർ ചെയ്ത ആകെ ഡിസ്റ്റൻസ് ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. അപ്പോൾ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എൽ ഇസ് ഈക്വൽ ടു എന്ത് വരും, പി ആർ പ്ലസ് ആർ ക്യൂ അല്ലേ. ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എൽ ഇസ് ഈക്വൽ ടു അത് ആകെ സഞ്ചരിച്ച ദൂരം പി ആർ എന്ന് പറയുന്ന പാത്തും ആർ ക്യൂ എന്ന് പറയുന്ന റിഫ്ലക്ഷൻ പാത്തും കൂടി കൂട്ടുക അല്ലേ. അപ്പോൾ പി ആർ പ്ലസ് ആർ ക്യൂ എന്ന് കിട്ടും. ഇനി നമുക്ക് കോർഡിനേറ്റ്സ് അറിയാം, പിൻ്റെയും ആറിൻ്റെയും കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ പി ആർ എന്ന് പറയുന്ന പാത്ത് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ആറിൻ്റെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർ ക്യൂവും കണ്ടെത്താം. അത് നമ്മൾ മാത്സിൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നോക്കുക x1 y1 z1 കോർഡിനേറ്റ്സ് ഉള്ളൊരു പോയിന്റ്, x2 y2 z2 കോർഡിനേറ്റ്സ് ഉള്ളൊരു പോയിന്റ്. ആ പോയിന്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, ആ രണ്ട് പോയിന്റുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. ഓക്കെ, അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇവിടെ x1 y1 z1 അല്ല, പകരം 0 a 0 ആണ്. x2 y2 z2 അല്ല, പകരം x 0 z ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ. x2 എത്രയാണ്,
എക്സ് x1 എത്രയാണ് 0. അപ്പോൾ എന്ത് വരും x മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. y2 0 ആണ്, y1 a ആണ്. അപ്പോൾ എന്ത് വരും 0 മൈനസ് a ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. z2 z ആണ്, z1 0 ആണ്, z മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് അല്ലേ. ഇനി അടുത്ത ആളുടെ ലെങ്ത്ത് ആർ ക്യൂവിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ ഇവിടെ x1 y1 z1 പകരം അല്ലേ x0 z ആണ്, x2 y2 z2 പകരം bc0 ആണ്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ അല്ലേ. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ എന്ത് വരും b മൈനസ് x ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് c മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 0 മൈനസ് z ഹോൾ സ്ക്വയർ. അപ്പോൾ അതായിരിക്കും നമ്മുടെ ലൈറ്റ് കവർ ചെയ്തിട്ടുള്ള ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. ഓക്കെ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് x മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ x സ്ക്വയർ ആണ്. 0 മൈനസ് എ എന്ന് പറയുമ്പോൾ മൈനസ് എനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക മൈനസ് സ്ക്വയർ പ്ലസ് ആണ്. അപ്പോൾ എ സ്ക്വയർ തന്നെ കിട്ടും. z സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് b മൈനസ് x ഹോൾ സ്ക്വയർ പ്ലസ് c മൈനസ് 0 ഹോൾ സ്ക്വയർ ഈസ് c സ്ക്വയർ പ്ലസ് 0 മൈനസ് z മൈനസ് zനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ z സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി L is equal to സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് a സ്ക്വയർ പ്ലസ് z സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് b മൈനസ് x ഹോൾ സ്ക്വയർ പ്ലസ് c സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് കിട്ടി. നമ്മൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് അപ്ലൈ ചെയ്യുന്നത് ഇനിയാണ്. എന്താണ് നമ്മുടെ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് പറഞ്ഞിട്ടുള്ളത്? ഒന്നില്ലെങ്കിൽ അത് മാക്സിമം അല്ലേ ലെങ്ത് ഉള്ള പാത്ത്, അല്ലെങ്കിൽ മിനിമം ലെങ്ത് ഉള്ള പാത്ത്, അല്ലെങ്കിൽ സ്റ്റേഷനറി ടൈമുള്ള പാത്ത് ചൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, ഇറ്റ് ഫോളോസ് എക്സ്ട്രീമം പാത്ത് മാക്സിമം ഓർ മിനിമം അല്ലേ. അപ്പോൾ നമുക്കറിയാലോ ഇവിടെ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് കിട്ടിയത് ഒന്നില്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആയിരിക്കും എന്നുള്ളതാണ്. നോക്കുക, അപ്പോൾ നമ്മൾ മാക്സിമത്തിനെയും മിനിമത്തിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീമം വാല്യൂസ് ആണ്. എക്സ്ട്രീമം വാല്യൂസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും 0 ആയിരിക്കും. നമുക്കറിയാം മാത്സിൻ്റെ ഒരു റൂളാണത്. അപ്പോൾ നമ്മളിവിടെ L എക്സ്ട്രീം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡോ എൽ ബൈ ഡോ സെറ്റ് എന്ന് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഡോ എൽ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു 0. സെറ്റ് ആക്സിന് അലോങ് ആയിട്ട് അത് കവർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ സെറ്റ്, അതിൻ്റെ ഒരു എലമെൻ്ററി ഡിസ്റ്റൻസ് ഡോ സെറ്റ് കൊടുത്തു. അത് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താലും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താലും y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഒക്കെ 0 ആയിരിക്കും. കാരണം L എക്സ്ട്രീമം വാല്യൂ ആണ്. ഓക്കെ, മാക്സിമം ഓർ മിനിമം ആണ്. അപ്പോൾ ഡോ എൽ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമ്മളിനി ഡോ എൽ ബൈ ഡോ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഡോ എൽ ബൈ ഡോ സെറ്റ് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ചെയ്യുന്നു. ഡോ എൽ ബൈ ഡോ സെറ്റ് എത്ര വരിക? ഡോ ബൈ ഡോ സെറ്റ് ദിസ് അല്ലേ. അപ്പോൾ ഡോ ബൈ ഡോ സെറ്റ് ഫസ്റ്റ് ടേം നമ്മൾ ചെയ്യുന്നു. ഡോ ബൈ ഡോ സെറ്റ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഫസ്റ്റ് ടേമിൻ്റെ ചെയ്യുന്നു 1/2 റൂട്ട് എക്സിന് പകരം ഇവിടെ എന്തുണ്ട്? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും? 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് സെറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള സെറ്റ് സ്ക്വയറിന് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെറ്റ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഇൻറ്റു 2 സെറ്റ്. അത് കഴിഞ്ഞു. പ്ലസ് അടുത്ത ടൈമിനെ ചെയ്യണം. ഡോ എൽ ബൈ ഡോ സെറ്റ് അല്ലേ. അപ്പോൾ ഈ ടൈമിനെയും സെറ്റ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര വരിക? അത് 1/2 റൂട്ട് എക്സ് ഇതാണ് റൂട്ട് ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ കഴിഞ്ഞില്ല ഇൻറ്റു സെറ്റ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 2 സെറ്റ്. ഓക്കെ, നമുക്ക് 2 ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഉള്ള 2കൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? ഡോ എൽ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് ബൈ റൂട്ട് ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. സെറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്, കാരണം അത് കോമൺ ആണ്. അപ്പോൾ ഡോ എൽ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഇൻറ്റു അല്ലേ. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 1/√x² പ്ലസ് എ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ് 1/√b മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ അല്ലേ. നമ്മൾ എന്താ പറഞ്ഞത്? ഡോ എൽ ബൈ ഡോ സെറ്റ് 0 ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സാധനം സെറ്റ് 1/√x² പ്ലസ് എ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ് 1/√b മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈ ടേം ഒരിക്കലും 0 ആവില്ല. ഓക്കെ, 1/√x² പ്ലസ് എ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ് 1/√b മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ടേം ഒരിക്കലും 0 ആവില്ല. പക്ഷേ ഇത് മൊത്തത്തിൽ ഡോ എൽ ബൈ ഡോ സെറ്റ് മൊത്തത്തിൽ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിർബന്ധമായിട്ട് സെറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെറ്റ് എന്താണ് ഈ സെറ്റ് എടുത്തത്? നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അല്ലേ. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് സെറ്റ് അകലെയാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷേ ആ സെറ്റ് ആണ് നമുക്ക് എത്രയായിട്ട് കിട്ടിയിട്ടുള്ളത്? 0 ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് നമ്മൾ അസ്യൂം ചെയ്തതുപോലെ സെറ്റ് ഡിസ്റ്റൻസ് എവേ അല്ല. പിന്നെയോ ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസും എവിടെ തന്നെയാണ് കിടക്കുന്നത്? നമ്മുടെ അല്ലേ
ക്യൂ എന്ന് പറയുന്ന പോയിന്റുകൾ കിടക്കുന്ന അതേ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണ് ആരും കിടക്കുന്നത്, ഈ ആർ എന്ന് പറയുന്ന പോയിന്റും കിടക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നോക്ക്, ഇവിടെ പി ആർ എന്താണത്, റേ ഓഫ് ഇൻസിഡൻസ്. ആർ ക്യൂ എന്താണത്, റേ ഓഫ് റിഫ്ലക്ഷൻ. ആറിലേക്ക് വരയ്ക്കുന്ന നോർമൽ അല്ലേ, ആർ എന്ന് പറയുന്ന പോയിന്റും പി എന്ന് പറയുന്ന പോയിന്റും ക്യൂ എന്ന് പറയുന്ന പോയിന്റും എല്ലാം ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ കിടക്കണേം കൊണ്ട് അല്ലേ, പി ആർ എന്ന് പറയുന്ന റേ ഓഫ് ഇൻസിഡൻസും ആർ ക്യൂ എന്ന് പറയുന്ന റേ ഓഫ് റിഫ്ലക്ഷനും ആറിലേക്ക് വരയ്ക്കുന്ന നോർമലും എല്ലാം നമ്മൾ ഈ കൺസിഡർ ചെയ്തിട്ടുള്ള വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ ആദ്യത്തെ പോയിന്റ് ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, റേ ഓഫ് ഇൻസിഡൻസ് നോർമൽ ആൻഡ് റേ ഓഫ് റിഫ്ലക്ഷൻ ഓൾവേസ് ലൈസ് അറ്റ് ദ സിംഗിൾ പ്ലെയിൻ. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വെരിഫൈ ചെയ്യണം. നമ്മൾ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് നമ്മൾ കണ്ടു, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ പ്ലസ് റൂട്ട് ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ആണ്. നോക്കുക, ഡോ എൽ ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോ എൽ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നും പറയാം. കാരണം എൽ എക്സ്ട്രീം ആണ്, എക്സ്ട്രീമത്തിനെ എക്സ് ആയിക്കോട്ടെ വൈ ആയിക്കോട്ടെ സെഡ് ആയിക്കോട്ടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. ഓക്കെ, എക്സ്ട്രീമം മാക്സിമം മിനിമം വാല്യൂസിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഡോ എൽ ബൈ ഡോ എക്സ് 0 ആണ്. പിന്നെ നമ്മളിവിടെ ഡോ എൽ ബൈ ഡോ എക്സ് കാണുകയാണ്. നേരത്തെ ഡോ എൽ ബൈ ഡോ സെഡ് കണ്ടതുപോലെ ഇവിടെ ഡോ എൽ ബൈ ഡോ എക്സ് കാണുക. എന്താ വരിക, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയറിനെ എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എത്ര വരിക, ഇത് റൂട്ട് എക്സ് എന്നുള്ള ഫോമിലാണ് 1/2 റൂട്ട് എക്സ്. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും, 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ഇൻറ്റു കഴിഞ്ഞില്ല, എക്സ് കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2x ഇൻറ്റു 2x. അപ്പോൾ 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ഇൻറ്റു 2x പ്ലസ് അടുത്ത ടേമിനെ അതുപോലെ ചെയ്യാം. അത് എത്ര വരിക, 1/2 റൂട്ട് ഇത് ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ കഴിഞ്ഞില്ല, ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ് എക്സിൻ്റെ ടേം, അതിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എത്ര വരിക, 2b മൈനസ് എക്സ് എന്ന് വരും ഇൻറ്റു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെ വരും. ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ 2b മൈനസ് എക്സ് റൈസ് ടു എന്നിൻ്റെ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആ ഇത് ഉപയോഗിച്ചുകൊണ്ട് ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയറിൻ്റെ 2b മൈനസ് എക്സ് ആണ്. പിന്നെ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1. അപ്പോൾ അങ്ങനെ വരും. നോക്കുക, 1/2 റൂട്ട് ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ഇൻറ്റു 2b മൈനസ് എക്സ് ഇൻറ്റു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 0 ആണ്. ഡോ എൽ ബൈ ഡോ എക്സ് 0 ആയതുകൊണ്ട് ഈക്വൽ ടു 0 ആണ്. നമുക്ക് 2കൾ കട്ട് ചെയ്ത് കളയാം അല്ലേ, ഇവിടെയും കട്ട് ചെയ്ത് കളയാം. ബാക്കി ഇവിടെ എന്താണുള്ളത്, എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ മൈനസ് ഉണ്ട് ഇവിടെ, ആ മൈനസ് പ്ലസ് എന്തായി മൈനസ് ആയി, മൈനസ് ബി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഈ ടേമിനെ മൈനസ് ബി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയറിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയറും ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ബി മൈനസ് എക്സ് റൂട്ട് ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ എന്നും കിട്ടും. ഇനി നമ്മൾ നോക്കി നോക്കുക, ഈ എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ നമ്മുടെ ഫിഗറിൽ അത് എന്താണ് എന്ന് നോക്കുക. നോക്ക്, ഇവിടെ ഇതാണ് നമ്മുടെ ഐ അല്ലേ, ഇവിടെ ഐ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈ കൊടുത്ത ഐ നമ്മുടെ ആംഗിൾ എ പി ആറുമായിട്ട് എന്താണ്, ആൾട്ടർനേറ്റ് ആംഗിളാണ്. ഓക്കെ, ആൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ നോക്കി നോക്കുക, എ പി ആറും എത്ര തന്നെ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എ പി ആറും എത്ര തന്നെയായിരിക്കും, ഐ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, ദെർഫോർ ആംഗിൾ എ പി ആർ ഈക്വൽ ടു ഐ. അപ്പോൾ ഇതും ഐ ആണ്. ഇനി ഞാനിവിടെ സൈൻ ഐ ചെയ്യുകയാണെന്ന് കരുതുക. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എ പി ആർ എന്ന് പറയുന്നത് എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എ പി ആർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിനകത്ത് എ പി ആർ ഐ ആണ്, ആംഗിൾ എ പി ആർ ഐ ആണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു. നമ്മളിവിടെ സൈൻ ഐ ചെയ്യുകയാണ്. സൈൻ ഐ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ എ ആർ ആണ് അല്ലേ. എ ആർ ഇവിടെ എത്ര വരുന്നു നോക്കി നോക്ക്, എക്സ് അല്ലേ. നമ്മുടെ ഫിഗറിൽ എ ആർ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ സൈൻ ഐ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് എക്സ് ബൈ. ഓക്കെ, ഇനി ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്ര നോക്കി നോക്ക്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് പി ആർ ആണ്. ഹൈപ്പോട്ടന്യൂസ് പി ആർ ആണ്. ആ പി ആർ നമ്മൾ കണ്ടതാണ്. അത് എത്രയാ, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അപ്പോൾ നോക്കി നോക്ക്, അപ്പോൾ ഇവിടെ സൈൻ ഐ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ആണ് അല്ലേ. നമ്മുടെ
റിലേഷനിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ റിലേഷനിൽ x/√x² + a² + z² എന്ന് പറയുന്ന സാധനം അപ്പോൾ എന്താണത് sin i ആണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം sin i എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കുക ട്രയാങ്കിൾ QRB നോക്കുക. ട്രയാങ്കിൾ QRB റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് QRB. ആ QRB നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തന്നിട്ടുണ്ട് R. ഓക്കെ, അതുമായിട്ട് ആൾട്ടർനേറ്റ് ആംഗിൾ ആണ് നമ്മുടെ ആംഗിൾ RQB എന്ന് കാണാം അല്ലേ. ഇത് രണ്ടും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് RQB. അപ്പോൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ RQBയും എന്തായിരിക്കും R തന്നെയായിരിക്കും, സ്മോൾ r ആയിരിക്കും. ഇനി അവിടെ ആ ട്രയാങ്കിളിൽ RQB എന്ന് പറയുന്ന ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമ്മൾ sin R കാണുകയാണ്. sin R എത്ര വരും നോക്കി നോക്ക്. sin R എന്ന് പറയുന്നത് അവിടെ RB/RQ ആണ്. RB/RQ. RB എത്ര വരും നോക്കി നോക്ക്. B വരെയുള്ള ഡിസ്റ്റൻസ് B ആണ്. ഒറിജിനിൽ നിന്ന് B വരെയുള്ള അല്ലെ ക്യാപിറ്റൽ B വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ b ആണ് എന്ന് നമ്മളിവിടെ കോർഡിനേറ്റ്സ് എഴുതിയപ്പോൾ കണ്ടു. പിന്നെ അപ്പോൾ ഈ A മുതൽ അല്ലെ AB ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ b ആണ്. പിന്നെ AR നമ്മൾ കണ്ടു x ആണ്. അപ്പോൾ RB എന്ന് പറയുന്ന ആള് AB മൈനസ് AR ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരിക അത് B-x. ഓക്കെ, അപ്പോൾ RB എന്ന് പറയുന്നത് B-x ആണ്. RB B-x ആണെന്ന് നമുക്ക് കിട്ടി. ഇനി RQ നമ്മൾ നേരത്തെ കണ്ടതാണ്. RQ എത്രയാണ് √(b-x² + c² + z² ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ sin R ചെയ്ത് കഴിഞ്ഞാൽ sin R = നമുക്ക് എന്താ കിട്ടുന്നത് B-x /√(b-x² + c² + z² ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ഈ RHSന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം sin R എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ sin i = sin R എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, sin i = sin R ആണെങ്കിൽ i = എത്രയായിരിക്കണം R ആയിരിക്കണം. അപ്പോൾ മാത്രം sin i = sin R ആവുക. അപ്പോൾ ഇവിടെ i = നമുക്ക് എന്ത് കിട്ടുന്നു R എന്ന് കിട്ടുന്നു. i എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. R എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ രണ്ടാമത്തെ പോയിന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും നമ്മൾ വെരിഫൈ ചെയ്തു. രണ്ട് കാര്യങ്ങളാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിലുള്ളത്. റേ ഓഫ് ഇൻസിഡൻസ് നോർമൽ ആൻഡ് റേ ഓഫ് റിഫ്ലക്ഷൻ ലൈസ് അറ്റ് ദ സെയിം പ്ലെയിൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ലോ ഓഫ് റിഫ്രാക്ഷൻ, സ്നെൽസ് ലോ. sin i/sin R = μ2/μ1 റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോ ആണ്. അത് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു ഫ്രണ്ട്സ്.